ഇയാളെ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയണത് ഇത് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അവർ പറയുന്നത് പൂന്തുറയിൽ ഇലക്ഷൻ ജയിച്ച ശേഷം വന്നിട്ടേ ഇല്ല. പൂന്തുറ സൈക്ലോൺ ഓഖി നടക്കുന്ന രാവിലെ ഞാനും ശ്രീ ഉമ്മൻചാണ്ടിയും പാരിഷ് ഹാളിൽ ഇരുന്നിട്ടാണ് ആ സൈക്ലോണിനെ നേരിടാൻ ഇറങ്ങിയത്. എന്റെ ഫോണിൽ നിന്നാണ് മന്ത്രി ഗഡ്കറി, നേവൽ കമാൻഡർ മന്ത്രി സീതാരാമൻ ഒക്കെ വിളിച്ചിട്ട് സഹായം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ സമുദ്രത്തിൽ പെട്ടവരെ നമ്മൾ ചെയ്തത്. ഞാൻ രാവിലെ 9:30 എത്തിയ ശേഷം രാത്രി വരെ പൂന്തുറ പാരിഷ് ഹാളിൽ ഇരുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഇയാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു അന്യായമാണ്. ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ. നിങ്ങൾക്ക് അറിയണം, ഞാൻ അത് ചെയ്തെന്ന് മാത്രമല്ല, ഓഖി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാ വീടും നമ്മുടെ തീരദേശത്തിൽ മുഴുവൻ, അത് ബോട്ട് നഷ്ടപ്പെട്ടു, വ്യക്തികളുടെ ജീവിതം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഞാൻ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആശ്വാസം പറഞ്ഞിട്ട് ഞാൻ പോയി ഡൽഹിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോരാന്ന് അത് തിരുമേനി സൂസപ്പാക്കിയതിനൊപ്പം ഞാനും അദ്ദേഹം ചർച്ച ചെയ്തിട്ട് അവിടെ പോയി സംസാരിച്ച് കൂടുതൽ ഫണ്ട് മേടിച്ചിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിനൊപ്പം ഈ മെഴുകുതിരി പ്രൊസഷനിൽ ഇറങ്ങിയത്, നമ്മളുടെ രക്തസാക്ഷി മണ്ഡപം വരെ. ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇവരുടെ നുണ കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാൻ കൂടി ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ടെന്ന് ആദ്യത്തെ പ്രചരണ പോയിന്റാണ്. രണ്ടാമത്തത്, അതായത് എല്ലാ ഡീറ്റെയിലും ജനങ്ങൾ വായിച്ചോട്ടെ, വല്ല സംശയം കണ്ടോട്ടെ, എന്തിനാണ് ഞാൻ കഴുത്തെടുക്കുന്നത്. മൂന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ രാഷ്ട്രീയ നിലപാട്. നമ്മളൊരു പ്രതിനിധി അയക്കുന്നത് MP ലാഡ് ഫണ്ട് ഒരു വർഷം 5 കോടിയേ ഉള്ളൂ, അത് 7 നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്യണം. നേരെ മറിച്ച് കേരളത്തിലെ ഒരു MLA തന്നെ ഓരോരോ നിയോജക മണ്ഡലത്തിൽ 6 കോടിയുണ്ട്. അപ്പോൾ MP പറഞ്ഞാൽ ഫണ്ടും ആ വികസനം ചെയ്യുന്ന പ്രവർത്തനം ഒരു ചെറിയ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന്റെ കൂടുതൽ ഉത്തരവാദിത്വം എന്താണ്? ഡൽഹി പോയ മന്ത്രാലയങ്ങളെ സ്വാധീനിക്കാൻ, അത് റെയിൽവേ മന്ത്രാലയമായ ശരി, അല്ലെങ്കിൽ വികസന റൂറൽ ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രീസ് ആയ ശരി, ഹൈവേ മിനിസ്ട്രി ആയ ശരി, ഇവിടുത്തെ മന്ത്രിമാരോടൊപ്പം ഒക്കെ സ്ഥാപിക്കാനും, ബന്ധം സ്ഥാപിക്കാനും, ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പരിചയമോട് സംസാരിക്കാനും, കേരളത്തിന്റെയും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ 15 വർഷം കഴിവാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സെൻട്രൽ റോഡ് ഫണ്ടിന് ഇത്ര റോഡുകൾ വന്നിരിക്കുന്നത്? കേരള സർക്കാർ ഈ റോഡുകൾ അയച്ചു കൊടുത്തിട്ടില്ല. അവര് 55 റോഡുകളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തു. അവിടെ 7 or 8 റോഡ് കേരളത്തിൽ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിരുവനന്തപുരത്ത് റോഡ് ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അറിയും. അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്ത ശേഷമാണ് ഞാൻ വികസനത്തിന്റെ പേരിൽ വരുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ നിലപാട്, ഞാൻ എൻ്റെ ഒരു ശബ്ദം ഭാരതം മുഴുവനും ലോകം മുഴുവൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് വലിയൊരു ഇമ്മോഡസ്റ്റിയോട് പറയല്ല, പക്ഷെ എല്ലാവർക്കും ആരാണ് തിരുവനന്തപുരത്ത് MP എന്ന് ജനങ്ങൾക്ക്, രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത് മാത്രമല്ല എന്തായാലും നിലപാടും അറിയാം. കാരണം ഞാൻ എല്ലാവരുടെയും പാർലമെന്റ് അകത്തും പാർലമെന്റ് വെളിയിലും സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്കിതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ യു ആസ്ക്ഡ് ഇൻ ഇംഗ്ലീഷ് മറുപടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്യാമറയിൽ പറയാം. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ കാര്യത്തിൽ ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ ഒരു ആവശ്യമില്ല. 15 വർഷം കണ്ട ആളഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനിയും സേവനം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും മനസ്സിലാക്കി എനിക്ക് ഈ ജോലി ചെയ്തിട്ട് ഒരു ഗുണമില്ല ജനങ്ങൾക്ക് എന്നാണ്. ഞാൻ തന്നെ മാറി നിൽക്കും. എനിക്ക് സത്യം പറയണമെങ്കിൽ ജോലി ആവശ്യമില്ല. ഞാനൊരു 29 വർഷത്തിന്റെ കരിയർ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അതും കൂടി പാർട്ടി ആവശ്യപ്പെട്ടിട്ട് സോണിയാഗാന്ധിജിയും മൻമോഹൻ സിംഗ്ജിയും രണ്ടാളോട് പറഞ്ഞു, നിങ്ങൾ വന്ന് മത്സരിക്കാൻ തയ്യാറാണോ? നിങ്ങളെ രാജ്യസഭയിൽ ഇരുത്താന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് സീറ്റില്ല, നിങ്ങൾ മത്സരിക്കുക. ഞാൻ പറഞ്ഞു ഉറപ്പമായിട്ട് മത്സരിക്കുക. ആ ധൈര്യം ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ഒരു ജനപ്രതിനിധി ആവാനാണ് എൻ്റെ ആഗ്രഹം. വെറുതെ രാജ്യസഭയിൽ ഇരുന്നിട്ട് പ്രഭാഷണം ചെയ്യാൻ, അത് എനിക്ക് എവിടെയും പ്രഭാഷണം ചെയ്യാൻ എനിക്ക് വേദികളുടെ ഒരു ഷോർട്ടേജ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജനപ്രതിനിധി ആയിട്ട് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയൊരു പ്രൊഫഷൻ ആരംഭിക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് 3 തവണ ജനങ്ങൾ എനിക്ക് വിശ്വാസം അവർ നൽകി. അപ്പൊ ഇവര് പറയുന്ന ഇയാൾ ഒന്നും ചെയ്തിട്ട് കണ്ടിട്ടില്ല പറഞ്ഞാൽ ശരിക്കും ഒരു അപമാനം വോട്ടേഴ്സിനാണ്. ആ വോട്ടേഴ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ 3 തവണ കൊണ്ടുവന്നത്? ഞാൻ വെറുതെ ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വോട്ട് ചെയ്തു, എന്താ അവര് മണ്ടന്മാരാണോ? ഒരു കാര്യം അല്ലല്ലോ. അപ്പൊ അവരോട് പറയണം, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചതെന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയും ഈ 4ത്തെ തവണയും കൂടി നിൽക്കുന്നത്. ഇതൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല, നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ അവര് വേദികളിൽ സംസാരിച്ചു. എൻ്റെ 99% എൻ്റെ പ്രഭാഷണം എന്തായിരുന്നു? ഇസ്രായേൽ ചെയ്യുന്ന അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ ലോയിന്റെ വിരുദ്ധമായ ചില കാര്യങ്ങളും ജനീവ കൺവെൻഷൻസ്, യുദ്ധത്തിനെ നയിക്കുന്ന ജനീവ കൺവെൻഷൻ ലംഘനമായ ചില കാര്യങ്ങളും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അന്യായമാണ്, നിർത്തണമെന്ന് യുദ്ധം 12-15 ദിവസം
പഴകിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 6 മാസമായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാര്യത്തിൽ എന്റെ സ്റ്റാൻഡ് കൺസിസ്റ്റന്റ് ആണ്. ഞാൻ ഒരു വർഗീയ വിഷയത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു വർഗീയ പ്രീണനം ഒരിക്കലും ചെയ്തിട്ടില്ല. എന്റെ സ്റ്റാൻഡ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്താണ്. ഒരിക്കലും മറക്കരുത്, ഞാൻ ഐക്യരാജ്യസഭയിൽ 30 വർഷം മുമ്പ് 29 വർഷം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നമ്മളുടെ സർക്കാരിന് വേണ്ടിയിട്ടും 1 വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയത്തിലും നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്ന ഭാരതീയ സ്റ്റാൻഡ് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 5 വർഷം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ വിദേശകാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരോ നിലപാടിനെ കുറിച്ച് എന്നെക്കാട് കൂടുതൽ അറിയുന്ന കൂടുതൽ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. അത് ഞാൻ എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഒരു സംശയവുമില്ല. ഇതാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ്. നമ്മൾ ഭരിക്കുമ്പോഴും വേറെ ആര് ഭരിച്ചാലും ഇതാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ്.